നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിൻ്റെ 60ാം ചരമദിനമാണ്. പക്ഷേ നെഹ്റുവിൻ്റെ 60ാമത് ചരമവാർഷികം ആചരിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി നെഹ്റുവിനെതിരെ ഒരുപാട് എതിർ ശബ്ദങ്ങൾ ഓർക്കസ്ട്ര പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പോലും ജവഹർലാൽ നെഹ്റു എന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുന്നു എന്നാണ് ആക്ഷേപം. അല്ല, അത് ആക്ഷേപിക്കുന്നവരെങ്ങനെ ചെയ്തോട്ടെ, അദ്ദേഹത്തിന് ഗുണങ്ങളെക്കാൾ ഏറെ ദോഷങ്ങളുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ജവഹർലാൽ നെഹ്റു. അങ്ങനെ പറയാമോ? അത് സത്യം. അങ്ങേരുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരും നിർദ്ദേശിച്ചിരുന്നില്ല. 15 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളാണ് അന്ന് കോൺഗ്രസ്സിന്. 15 പ്രാന്തങ്ങളായിട്ട് കോൺഗ്രസ് സ്ഥലം തിരിച്ചിരുന്നു. മൈസൂർ ഒരു വലിയ പ്രാന്തമായിരുന്നു, കേരള പ്രദേശ്, പിന്നെ തമിഴ്നാട്, ഇങ്ങനെ പല രീതിയിൽ. ഉത്തർപ്രദേശ് ഉണ്ടായിരുന്നു, മധ്യപ്രദേശ് അല്ല, സെൻട്രൽ പ്രൊവിൻസ് ആൻഡ് ബിരാർ എന്നാണ് അതിൻ്റെ പേര്. വലിയ ഏരിയ ചേർത്തിട്ട് ഒരു പ്രാന്തം. അങ്ങനെ 15. ഈ 15-ൽ 12 പേരും പട്ടേലിൻ്റെ പേരാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി ആരാവണം എന്ന് ചെറിയൊരു അഭിപ്രായ വോട്ടെടുപ്പ് പോലെ നടത്തി. 12 പേരും പട്ടേലിൻ്റെ പേര് പറഞ്ഞു. 3 പേര് വേറെ ആരുടെയൊക്കെ പേര് പറഞ്ഞു. നെഹ്റുവിൻ്റെ പേര് ആരും പറഞ്ഞില്ല. ആരും പറഞ്ഞില്ല. അവിശ്വസനീയം. ഗാന്ധിജിയാണ് നെഹ്റു മതി എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം നെഹ്റു മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്ക് അതിൽ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പട്ടേലിൻ്റെ പേര് പറഞ്ഞത് നെഹ്റു തല്ലിപ്പൊളിയാണ്, വേണ്ട, അങ്ങനെ വിചാരിച്ചിട്ടല്ല. ഉള്ളതിൽ ബെസ്റ്റ് പട്ടേലാണ്. അപ്പോൾ ഗാന്ധി പറയുന്നു നമുക്ക് നെഹ്റു മതി. അതിൽ തർക്കമൊന്നും പറഞ്ഞില്ല. ശരി, അങ്ങനെ നെഹ്റുവിനെ ആക്കി. കാരണം നെഹ്റുവിന് ഈ മോഹമുണ്ട് എന്ന് ഗാന്ധിക്ക് അറിയാം, മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഈ പാർട്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഒരു ഫോർമുല വെച്ചു. പാർട്ടീഷൻ വേണ്ട, ജിന്ന പ്രധാനമന്ത്രി ആയിക്കോട്ടെ, പാർട്ടീഷൻ വേണ്ട. അപ്പോൾ നെഹ്റുവിന് വലിയ പേടിയായി. ഇത് ജിന്ന സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി കയ്യിൽ. ഇപ്പം നെഹ്റുവിൻ്റെ മുഖമൊക്കെ വാടി. നെഹ്റു അത് സമ്മതിച്ചില്ല. ഇത് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമയിൽ നാടകീയമായിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. ആറ്റൻബറോ നെഹ്റുവിൻ്റെ മുഖം കറക്കുന്നതും പെട്ടെന്ന് താഴുന്നതും എല്ലാം ഗാന്ധി ഫോർമുല വയ്ക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും അറിയാം നെഹ്റുവിന് പ്രധാനമന്ത്രിയാകാൻ വലിയ ആഗ്രഹമുണ്ട്. അല്ല, ടി ജി പറഞ്ഞത് നെഹ്റുവിന് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഇന്ത്യയെ വിഭജിച്ചു എന്നാണോ? അങ്ങനെ തിരിച്ചു വായിക്കുന്നത് ശരിയല്ല. ബട്ട് ആ ഘട്ടം വന്നപ്പോൾ നെഹ്റു വല്ലാതെ സങ്കടപ്പെട്ടു, വ്യാകുലപ്പെട്ടു, വേവലാതിപ്പെട്ടു. ഒരുപക്ഷെ എഡ്വിന മൗണ്ട് ബാറ്റനോട് പറഞ്ഞു കാണണം. നെഹ്റു ഏറ്റവും അധികം തൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എഡ്വിനയുടെ അടുത്താണ്. എഡ്വിന വഴി മൗണ്ട് ബാറ്റനെ അറിയിക്കുക. അപ്പോൾ മൗണ്ട് ബാറ്റൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആളാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിലും നെഹ്റു മാനിപ്പുലേറ്റ് ചെയ്യുകയും ബാക്കിയുള്ളവരെ തീരെ നിസ്സാരരാക്കുകയും ഇപ്പോൾ കോൺഗ്രസ്സുകാർ വലിയ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ, അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് രാജിവെക്കാൻ കാരണം നെഹ്റുവാണ്. അത് കഴിഞ്ഞിട്ട് 2 തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽപ്പിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ്സാണ്, വേറെ ആരുമല്ല. രാജിവെച്ചത് ഈ ഹിന്ദു കോഡ് ബിൽ വന്നു. അപ്പോൾ ഹിന്ദു കോഡ് ബിൽ എന്നാണ് അത് ആദ്യം വന്നത്. പിന്നീടത് നെഹ്റു പാസ്സാക്കുന്ന കാലത്താണ് 4ആയിട്ട് തിരിച്ച് ഹിന്ദു സക്സഷൻ ആക്ട്, ഹിന്ദു മാരേജസ് ആക്ട്, ഹിന്ദു മെയിൻ്റനൻസ് ആൻഡ് അഡോപ്ഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല വിഭാഗങ്ങളായിട്ട് തിരിച്ചു. ആദ്യം വന്നത് ഹിന്ദു കോഡ് ബിൽ, അത് ഡ്രാഫ്റ്റ് ചെയ്തത് അംബേദ്കറാണ്. അപ്പോൾ ഹിന്ദു സമാജത്തിൽ ഒരു ഏകീകൃത കുടുംബ നിയമം, യൂണിഫോം സിവിൽ കോഡ് നമ്മളിപ്പോൾ കാണുന്നത്, കുറഞ്ഞ പക്ഷം ഹിന്ദുക്കൾക്കെങ്കിലും. അപ്പോൾ അംബേദ്കറിൻ്റെ നോട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം ഈ 2 പേര് വളരെ ടഫാണ്, കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഒരു 100 കിലോമീറ്റർ റോഡ് നമുക്ക് നന്നാക്കാനുണ്ട്, 85 കിലോമീറ്റർ ഈസി ആയിട്ട് നമുക്ക് നന്നാക്കാം, 15 കിലോമീറ്റർ ഇച്ചിരി ടഫാണ്, നമ്മളെന്ത് ചെയ്യും, 85 കിലോമീറ്റർ നന്നാക്കാം. അംബേദ്കറിൻ്റെ വിഷയം അതായിരുന്നു. ഹിന്ദുക്കളെ ഏകീകരിച്ച് കഴിയുമ്പോൾ തന്നെ സബ്സ്റ്റാൻഷ്യലി ഇന്ത്യയെ ഏകീകരിച്ച് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളവർ ഈ പറഞ്ഞ 13-14% അന്ന്. അത് നമുക്ക് നോക്കാമെന്ന്.
അവരൊന്നാമത് അല്പം ഇടഞ്ഞു നിൽക്കുന്നവരാണ്, കൺവിൻസ് ചെയ്യാൻ സമയമെടുക്കും. അതുകൊണ്ട് ഇത് ചെയ്യാം. പക്ഷെ നെഹ്റുവിന് ഇത് ചെയ്യാൻ പോലും പേടിയായിരുന്നു. നെഹ്റു അത് മാറ്റിവെച്ചു. ബില്ല് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. തർക്കമായി വാദമായി അവസാനം അംബേദ്കർ രാജിവെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1955-ലും 1956-ലുമായിട്ട് നെഹ്റു ഇതിങ്ങനെ 4 കഷ്ണമൊക്കെ ആയിട്ട് പാസ്സാക്കിയെടുത്തു. അങ്ങനെയാണ് അംബേദ്കർ രാജിവെക്കുന്നത്. അത് കൂടാതെ അംബേദ്കർക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ അംബേദ്കർ വാസ് എ റിയൽ ജീനിയസ്. നെഹ്റു തോറ്റുപോയ ആളാണ് ബാരിസ്റ്റർ പരീക്ഷയ്ക്ക്. പക്ഷേ അന്ന് ഇംഗ്ലണ്ടിന് സ്വഭാവമുണ്ട്, വലിയ കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ജെൻറ്റിൽമാൻ പാസ് എന്ന് പറഞ്ഞ് പാസ്സാക്കി വിടും. അങ്ങനെ ജെൻറ്റിൽമാൻ പാസ്സാണ് നെഹ്റു, അത് ക്വാളിഫൈഡ് അല്ല. അത് ശരി. ബിക്കോസ് ഹീ ഈസ് ഫ്രം എ ബിഗ് ഫാമിലി, ബിഗ് മാൻ, പാസ്സാക്കി വിട്ടേക്ക്. മോഡറേഷൻ എന്നൊക്കെ കൊടുത്തിട്ട് ജെൻറ്റിൽമാൻ പാസ്സാണ്. അംബേദ്കർ അങ്ങനെയല്ല, ഗോൾഡ് മെഡലിസ്റ്റാണ്, റിയൽ ജീനിയസാണ് അംബേദ്കർ. ഇപ്പോൾ റിയൽ ജീനിയസുകളെ നെഹ്റുവിന് എപ്പോഴും പേടിയായിരുന്നു. അവരെ ഒതുക്കും. അംബേദ്കറെ ഒതുക്കി, രാജഗോപാലാചാര്യയെ ഒതുക്കി, സകല മനുഷ്യരെ ഒതുക്കി. ഒരു ഒതുക്കലിൻ്റെ ഉസ്താദായിരുന്നു. പട്ടേൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാനിരുന്നതാണ് ഈ ശ്വാസം മുട്ടൽ കാരണം. 3-4 സ്ഥലത്ത് ഇവർ തമ്മിൽ വട്ടം ഉടക്കുന്നുണ്ട്. ഒന്ന്, പട്ടേലാണ് ഈ നാട്ടുരാജ്യങ്ങളെ ഓരോരുത്തരായിട്ട് കൂട്ടിച്ചേർത്ത് ഭാരതം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ യൂണിറ്റ് ഉണ്ടാക്കിയത്. തിരുവിതാംകൂർ വരെ ഇടഞ്ഞു നിന്നല്ല, സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറഞ്ഞു സി പി അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ആരെങ്ങോട്ട് പോകും തീർച്ചയില്ല. ആര് പാകിസ്ഥാനിൽ പോകും, ആര് ഇന്ത്യയിൽ നിൽക്കും, ആര് സ്വതന്ത്രരായിട്ട് നിൽക്കും, ഇതൊക്കെ ഓരോരുത്തരുടെ കരുത്ത് പോലെ ഇരിക്കും ഓരോ നാട്ടുരാജാവിൻ്റെ. അപ്പോൾ നമ്മൾ സാധാരണ റോഡിൽ അടിപിടി ബഹളമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചാടി എന്താ ചെയ്യുന്നത്, നമ്മുടെ ഗേറ്റ് അങ്ങ് പൂട്ടി താഴിടും, ചാടി അകത്ത് കയറിയിട്ട് വാതിലടച്ച് കുറ്റിയിടും, ഫോർ അവർ ഫാമിലി സേഫ്റ്റി. അവിടെ എന്തൊക്കെയോ കുഴപ്പം നടക്കുന്നു. ഇതുപോലെ തിരുവിതാംകൂർ അടച്ച് കുറ്റിയിടാൻ CP രാമസ്വാമിയാർ തീരുമാനിച്ചു. ബാക്കി എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ, ഐ മസ്റ്റ് ടേക്ക് കെയർ ഓഫ് മൈ ഇൻട്രസ്റ്റ്. രാജാവിനോടും പറഞ്ഞു, ഇപ്പോൾ ഈ ഫ്ലക്സിൻ്റെ നടുക്ക് തീരുമാനം ആകുന്നത് വരെ നമ്മൾ സ്വതന്ത്ര തിരുവിതാംകൂറായിട്ട് നിൽക്കുക. ഇതാണ് CPയുടെ സ്വതന്ത്ര. അതിൻ്റെ പുറകിൽ യാതൊരു മാലിഫൈഡ് ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല, സേഫ്റ്റി മാത്രമായിരുന്നു. CP നല്ല ക്രാന്തദർശിയായിരുന്നു, അസാമാന്യ ഇൻ്റലിജൻസ് ഉള്ള ആളാണ്. CP നോക്കിയപ്പോൾ നമ്മൾ തീരെ ചെറുതാണ്. തിരുവിതാംകൂർ വളരെ ചെറിയൊരു സാധനമാണ്, ആർക്കെപ്പോൾ വേണമെങ്കിലും വിഴുങ്ങിക്കൊണ്ട് പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇവരെയെല്ലാം ഫസ്റ്റ് ടൈം പട്ടേലൊന്നും വന്നില്ല, ഫസ്റ്റ് ടൈം VP മേനോൻ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് ലയനത്തിന് സമ്മതിച്ചു. ഇതാണോ ട്രെൻഡ്, ഓക്കെ റെഡി, കഴിഞ്ഞു, വി വെർ റെഡി, ബട്ട് ഫോർ അവർ സേഫ്റ്റി വി ഹാവ് ബീൻ കീപ്പിംഗ് അവർസെൽസ് ഐസൊലേറ്റഡ് ഫ്രം ദ ഫ്ലക്സ് വിച്ച് ഈസ് ഗോയിങ് ഓൺ അറൗണ്ട്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതെല്ലാം ഈ ജോലിയെല്ലാം ചെയ്ത് പട്ടേലാണ്. കാശ്മീർ നെഹ്റു പറഞ്ഞു അത് ഞാൻ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ പട്ടേൽ പറഞ്ഞു ശരി, ഞാൻ കാശ്മീരി പണ്ഡിറ്റാണെന്ന്. ഇങ്ങനെ കാശ്മീരി പണ്ഡിറ്റൊന്നും അല്ല, അലഹാബാദിൽ നിന്നൊക്കെയാണല്ലോ വരവ്. എന്ത് വാങ്ങിക്കൊണ്ട് ക്ലെയിം ശരി ചെയ്യാം പറഞ്ഞു. ഇത് സമ്മതിച്ചിട്ട് പട്ടേൽ പ്രൈവറ്റായിട്ട് കൂടെയുള്ളവരോട് പറഞ്ഞു, ജവഹർലാൽ റോയേഗ, കരയും ജവഹർലാലിന് അറിയില്ല കാശ്മീരിൽ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ കാശ്മീർ രാജാവ് മഹാരാജാ ഹരിസിംഗ് പുള്ളി സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. പുള്ളിക്കാണെങ്കിൽ പോലീസും ഇല്ല, പട്ടാളവും ഇല്ല, ഉള്ളത് മുഴുവൻ പേടിത്തൊണ്ടന്മാരുമാണ്. പുള്ളി ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പട്ടാളത്തിനോട് മാർച്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഫ്ലാഗ് മാർച്ചൊക്കെ ഉണ്ടല്ലോ പട്ടാളത്തിൻ്റെ. പട്ടാളം പറഞ്ഞു ഞങ്ങൾ മാർച്ച് ചെയ്യാം, പക്ഷേ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന്. ഇതാണ് കാശ്മീരിലെ അന്നത്തെ അവസ്ഥ. ഇത് വെച്ചിട്ടാണ് ആശാൻ സ്വതന്ത്രമാകാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള റസാക്കേഴ്സ് എന്ന് പറഞ്ഞ് അവർ വന്ന് ആക്രമിച്ചു. അങ്ങനെ POK അവരുടെ കയ്യിലായി. മഹാരാജാ ഹരിസിംഗ് ഓടി ഇന്ത്യയുടെ അടുത്ത് വന്നു, എന്നെ രക്ഷിക്കണം ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ അതിൽ തലവെച്ചു. ആദ്യം മഹാരാജാ ഹരിസിംഗിനോട് സംസാരിക്കാനായിട്ട് ജവഹർലാൽ നെഹ്റു വിട്ടത് ഗോൾവൽക്കറെയാണ്. അന്ന് ഈ പറഞ്ഞ വിരോധമൊന്നുമില്ല. RSS എന്ന് പറഞ്ഞാൽ വർഗീയവാദി എന്നൊക്കെ, അതൊക്കെ ഇപ്പോഴത്തെ കോൺഗ്രസ്, ഈ BD സതീശൻ കോൺഗ്രസിൻ്റെയൊക്കെ പണിയില്ലത്, അല്ലാതെ പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ ഗോൾവൽക്കർ പോയി സംസാരിച്ചു. ഹരിസിംഗ് പറഞ്ഞു അത് പറ്റില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഒരു സാധനം കൂടെ, മിലിറ്ററി ആണല്ലോ ഡിഫൻസ്, ഒരു എലമെൻ്റ് കൂടെ ഉണ്ട്, ഇത് ഇന്ത്യക്ക് ഞാൻ കൈമാറാം, ബാക്കി രാജ്യം എൻ്റേതായിരിക്കും പറഞ്ഞു. ഗോൾവൽക്കർ പറഞ്ഞു അതൊന്നും ശരിയാവുന്നില്ല, നിങ്ങൾ ഈ സ്ഥാനം ഒഴിച്ചിട്ടൊരു സംസ്ഥാനമായിട്ട് മാറുക പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നിർവാഹമില്ലാതെ. അങ്ങനെ മഹാരാജ ഹരിസിംഗും ആക്സഷൻ ഡോക്യുമെൻറ്റ് ഒപ്പിട്ടു. അങ്ങനെയാണ് കാശ്മീർ നമ്മുടെ ആകുന്നത്. അത് ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇയാളുടെ കലാപരിപാടി വരുന്നത്. അങ്ങനെയാണ് ഭരണഘടനയിൽ ഇത് ആർട്ടിക്കിൾ 370 ടെമ്പററി, കാരണം ഇയാളുടെ ലയനം മുഴുവനായിട്ടില്ല. ലയനം മുഴുവനാകണമെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വിളിച്ചിട്ട് ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ ലയനം പാസ്സാക്കിയിട്ട് ഇന്ത്യയിൽ ലയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ നടപടിക്രമം പൂർത്തിയാവണ്ടേ. ബാക്കിയുള്ളവരെല്ലാം ഈ നടപടിക്രമം പൂർത്തിയാക്കി. നമ്മുടെ തിരുക്കൊച്ചിയുടെ ഇതെടുത്ത് നോക്കുക, ചരിത്രം എടുത്ത് നോക്കുക. ആദ്യത്തെ മുഖ്യമന്ത്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള എന്ന് പറയും. കാരണം അന്ന് പ്രധാനമന്ത്രിയാണ്, ഓരോ പ്രവിശ്യയുടെയും പ്രധാനമന്ത്രി. ഈ പ്രധാനമന്ത്രി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തിരുക്കൊച്ചി സംസ്ഥാനം ഇതിൽ പ്രാന്തം ഇന്ത്യയിൽ ലയിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കി. ആ പ്രമേയം കേന്ദ്രത്തിന് അയച്ചു കൊടുത്ത് കേന്ദ്ര ആ പ്രമേയം അംഗീകരിച്ചിട്ട് തിരുക്കൊച്ചിയെ ഭാരതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ. ജനങ്ങളൊക്കെ ഒന്ന് തന്നെ, പക്ഷേ ലീഗൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകണമല്ല. ഈ ലീഗൽ പ്രൊസീജിയർ കാശ്മീരിൻ്റെ കംപ്ലീറ്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 370 വെച്ചത്. തൽക്കാലം ഇപ്പോൾ അവരുടെ എങ്ങനെയാണോ സ്റ്റാറ്റസ് കോ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കട്ടെ, അവരുടെ ഇത് കഴിഞ്ഞിട്ടില്ല. ഇത് കഴിയുമ്പോൾ നമുക്ക് ലയിപ്പിക്കും. പിന്നെ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചേർന്നുമില്ല, പ്രമേയം പാസ്സാക്കിയുമില്ല. അപ്പോൾ എന്തായി, പണ്ട് തിരുവിതാംകൂറിനുണ്ടായിരുന്ന പോലെ ഒരു കൊടി കാശ്മീരിനുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, അവരുടെ എന്തോ വകുപ്പും ചട്ടമൊക്കെ ഉണ്ട്, 35A എന്നൊക്കെ പറഞ്ഞിട്ട് കലാപരിപാടി. ഇത് നിതാന്തമായിട്ട് തുടർന്നു. ആ കുന്തമാണ് മോദി എടുത്ത് കളഞ്ഞത്, ആർട്ടിക്കിൾ 370. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇതിനൊക്കെ നെഹ്റുവിൻ്റെ പരാജയം, നെഹ്റുവിൻ്റെ ഫിനോമിനൽ മിസ്റ്റേക്ക് ഓർ എന്താ ഇൻഇൻഫോംഡ് ഡിസിഷൻസ്. അല്ല, ഒരുപക്ഷെ നെഹ്റു ഈ കാശ്മീർ ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ് പോയിട്ട് ഡെലിബറേറ്റ്ലി ഇങ്ങനെ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ? അല്ല, ഹി ഹാഡ് സം സോഫ്റ്റ് കോർണർ ടുവേഴ്സ് ഈ ഷെയ്ഖ് അബ്ദുള്ള. അതിന് അശ്ലീലമായ പല വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒക്കെ പറഞ്ഞിട്ട് അല്ല, അത് സത്യമാകാനും എന്ന് വെച്ചാൽ ഈ മുഖച്ഛായയൊക്കെ ഇങ്ങനെ വളരെ ഒരാളെ കണ്ടാൽ മറ്റേയാളെ പോലെയൊക്കെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ അയാളുടെ സഹോദരനാണെന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? പിന്നെ ഇവരുടെ ഒന്നും DNA പരിശോധന നടത്തി, ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. സോ എനിവേ, അപവാദത്തിന് ഒരു സ്കോപ്പ് അവിടെ ഉണ്ട്. അത് പിന്നെ ബിഹൈൻഡ് ദ കർട്ടനാണ്, നമുക്ക് അതിലേക്ക് കടക്കണ്ട. ഓബ്വിയസ് ആയിട്ടുള്ള കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നെഹ്റുവിൻ്റെ പരാജയമായിരുന്നു. കാശ്മീർ പ്രശ്നം UN-ലേക്ക് കൊണ്ടുപോയത് നെഹ്റുവാണ്. ഇപ്പം നമ്മൾ പറയുന്നു അത് ഉഭയകക്ഷി പ്രശ്നം, പക്ഷേ ഇതാദ്യം UN-ലേക്ക് കൊണ്ടുപോയത് നമ്മളാണ്. അത് നെഹ്റുവിൻ്റെ വലിയൊരു പരാജയമായിരുന്നു. 62-ലെ ചൈനീസ് യുദ്ധം നെഹ്റുവിൻ്റെ ഒരു പരാജയമായിരുന്നു. കഴിഞ്ഞ ദിവസവും കൂടെ മിലിറ്ററി ഇൻ്റലിജൻസിലെ ഒരാൾ എന്നോട് പറഞ്ഞു, രാജ്യസ്നേഹമില്ലാത്തവരെടുത്ത ഡിസിഷനായിരുന്നു അത്, ചൈനയുമായിട്ടുള്ള യുദ്ധം. നമ്മളന്ന് ആരോഗ്യവാന്മാരല്ല ചൈനയുമായിട്ട് അടിക്കാൻ. അന്ന് വെറുതെ ചൈനയുമായിട്ട് യുദ്ധത്തിന് പോയി, ചൈന നമ്മളെ ആക്രമിച്ചു എന്നുള്ള പേര് പറഞ്ഞാൽ ഇത് അതിലും ഭംഗിയായിട്ടത് അവസാനിപ്പിക്കാമായിരുന്നു. കുറേ മാസങ്ങൾ കഴിഞ്ഞാണ് ഈ യുദ്ധം തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചൈനയുടെ ഭാഗം കുറേ പിടിച്ചെടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ അതിൻ്റെ രഹസ്യങ്ങളെല്ലാം ഉള്ളത് ഹെൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ടിലാണ്. ഹെൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ടിൻ്റെ ഒരു അത്ഭുതം, കോൺഗ്രസ് ഭരിക്കുമ്പോൾ BJP ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കണം, പുറത്ത് വിടണമെന്ന് പറയും. കോൺഗ്രസ് വിടില്ല. BJP അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ഇത് ആവശ്യപ്പെടും, BJP ഇത് പുറത്ത് വിടില്ല. ഹെൻഡേഴ്സൺ ബ്രൂക്ക് റിപ്പോർട്ട് ഇപ്പോഴും അതിൻ്റെ ചില കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്നു. അത് സത്യവുമാണ് കേട്ടോ. താല്പര്യം അത് പുറത്തു വരാതെ എനിക്കറിയില്ല. ഞാൻ ഇത് അൺഒഫീഷ്യൽ സർക്കിളിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് നമ്മുടെ ദേശീയ നേതാക്കന്മാരുടെ മഹത്വം, നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള മഹത്വമൊന്നും ഇവർക്ക് ഇല്ല എന്ന് മനസ്സിലാവും. ഇപ്പോൾ ചൈനയെ നമ്മൾ
ചൈന നമ്മളെ ആക്രമിക്കുന്നെന്നോ ചൈനയെ നമ്മൾ അതിർത്തിയിൽ പ്രശ്നമുണ്ടായി എന്ന് ആദ്യം മെസ്സേജ് പ്രസിഡൻറ്റിന് വന്നു. പ്രസിഡൻ്റാണ് നമ്മുടെ സുപ്രീം കമാൻഡർ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. എം ഒ മത്തായിയുടെ പുസ്തകത്തിൽ എം ഒ മത്തായി പറയുന്നത് രാധാകൃഷ്ണൻ കുലുങ്ങിച്ചിരിച്ചു എന്നാണ്. ശബ്ദമുണ്ടാക്കാതെ ഇങ്ങനെ ചിരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റുവിൻ്റെ സകല ഗ്യാസും പോകാൻ പോവാണെന്ന് രാധാകൃഷ്ണൻ, ആ ചിരിയുടെ അർത്ഥം അതാണ്. നെഹ്റു വാസ് ഹൈലി ഡിമോറലൈസ്ഡ്. അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ വി കെ കൃഷ്ണമേനോൻ്റെ തലയിൽ വെച്ചിട്ട് വി കെ കൃഷ്ണമേനോനെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ നെഹ്റു ഊരാൻ നോക്കി. ആൻഡ് അധികം താമസിയാതെ നെഹ്റു മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ എന്നാൽ നെഹ്റുവിൻ്റെ സേവനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ PC മഹലനോബിസ്, ഈ PhD തീസിസ് കോപ്പി അടിച്ച അന്നത്തെ ഒരു സാമ്പത്തിക സുനിൽ പി ഇളയിടമാണ് PC മഹലനോബിസ്. മഹലനോബിസാണ് പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ അതേ കോപ്പിയാണ്. അവരാണ് ഈ അയ്യഞ്ച് കൊല്ലം വെച്ചുള്ള പ്ലാനിങ്. അത് കോപ്പി ചെയ്തു. അതേ പദ്ധതി പൊതുമേഖല അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു. ബട്ട് പൊതുമേഖലയിൽ എന്തുമായിക്കോട്ടെ കുറേ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നെഹ്റു ഉണ്ടാക്കി. അതിനുള്ള ക്രെഡിറ്റ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കണം. ബട്ട് അസാമാന്യനായ ഏകാധിപതിയായിരുന്നു നെഹ്റുവോ? അതെ. അതല്ലാന്ന് വരുത്താനായിട്ട് അങ്ങനെ ചില്ലറ അടിയൊക്കെ അടിക്കും. കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് പറയും, ശങ്കർ പ്ലീസ് ഡോണ്ട് സ്പെയർ മീ, എന്നെപ്പറ്റിയും കാർട്ടൂൺ വരയ്ക്കണം എന്നൊക്കെ പറയും. ബട്ട് ഇത് റിയലി വന്നു കഴിഞ്ഞപ്പോൾ ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണമുണ്ട് രമേശ് താപ്പറിൻ്റെ. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. നിശിതമായിട്ട് നെഹ്റുവിനെ കുറിച്ച് നിരന്തരം എഴുതും. ക്രോസ് റോഡ്സ് ബോംബെയിൽ നിന്ന് പിന്നെ മദ്രാസിൽ നിന്നൊക്കെ പ്രസിദ്ധീകരിക്കുന്നൊരു സാധനം. പ്ലസ് RSSൻ്റെ ഓർഗനൈസർ. അപ്പോൾ ഇത് രണ്ടും നെഹ്റു നിരോധിച്ചു, പ്രസിദ്ധീകരണങ്ങൾ നിരോധിച്ചു. രണ്ടുപേരും കോടതിയിൽ പോയി. ആ കേസാണ് രമേശ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ഓർഗനൈസറിലും അതൊരു പാർട്ടിയാണ്, പക്ഷേ ഒരു പാർട്ടിയുടെ പേരായിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെ രമേശ് താപ്പർ എന്ന് വന്നു. ഈ കേസിൽ ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ സർക്കാർ ഇടപെട്ടിരിക്കുകയാണെന്നും ഈ നിരോധനം എടുത്തു കളയണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. നെഹ്റു ഫസ്റ്റ് അമെൻമെൻറ്റ്, ഭരണഘടനയ്ക്കുള്ള ആദ്യത്തെ അമെൻമെൻറ്റ് ഇപ്പോഴും എടുത്തു നോക്കിയപ്പോൾ നെഹ്റു കൊണ്ടുവന്നത് ഈ ജഡ്ജ്മെൻറ്റ് സർക്കംവെൻറ്റ് ചെയ്യാനാണ്. ടു സർക്കംവെൻറ്റ് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഓണറബിൾ സുപ്രീം കോർട്ട് ഇൻ രമേശ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ദ ഫോളോയിങ് അമെൻമെൻറ്റ് ഈസ് പ്രൊപ്പോസ്ഡ്. ഈ ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് കൊടുക്കുമല്ലോ ഒരു അമെൻമെൻറ്റിൽ. അതിൽ കൃത്യമായിട്ട് നെഹ്റു എഴുതി വെച്ചു ഈ വിധി മറികടക്കാൻ വേണ്ടിയിട്ടുള്ള അമെൻമെൻറ്റ്. അങ്ങനെയാണ് ആർട്ടിക്കിൾ 19(1) എന്നുള്ളതിന് 2 എന്നുള്ളൊരു സബ് ക്ലോസ് ചേർത്തിട്ട് അത് ചേർക്കണമായിരുന്നു എന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ കേട്ടത്. ഐ എഗ്രി വിത്ത് നെഹ്റു ഇൻ ദാറ്റ്. ബട്ട് നെഹ്റു ക്ലെയിം ചെയ്യുന്ന, നെഹ്റുവിൻ്റെ വാല്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ല. എൻ്റെ വാല്യൂസിൽ ഇത് ചെയ്യാം. കാരണം റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബേസ്ഡ് ഓൺ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. ഈ 3 സാധനങ്ങളെ ബേസ് ചെയ്തിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റിനെ തന്നെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന്, നിരോധിക്കാനല്ല റീസണബിൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഇതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ രാജ്യം തീപിടിപ്പിക്കുന്ന പ്രചാരണങ്ങളും എഴുത്തും കോലാഹലങ്ങളും നടക്കുമായിരുന്നു. ഇപ്പോഴും നിൽക്കുന്നത് റെസ്ട്രിക്ഷൻ റീസണബിൾ. പിന്നെ ആകെ കോടതി നോക്കുന്നത് എന്താ, നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ചോളൂ, നിയന്ത്രിച്ചോളൂ, പക്ഷേ ആ നിയന്ത്രണം ന്യായമാണോ, റീസണബിളാണോ, ഇതാണ് കോടതി നോക്കുന്നത്. അങ്ങനെയാണ് ഈ സിനിമ, സാഹിത്യം, സംഗീതം, പ്രസംഗം, ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഒരു സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഈ വകുപ്പ് വെച്ചിട്ടാണ്. ഇതെപ്പോഴും കോടതിയിൽ പോവുകയും കോടതി ഇത് റീസണബിളാണോ എന്ന് നോക്കും. റെസ്ട്രിക്ഷനാണ് സമ്മതിക്കുന്നത്, അതുകൊണ്ടാണല്ലോ അത് ചലഞ്ച് ചെയ്തത്. എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തു, അന്യായമായിട്ടാണോ റെസ്ട്രിക്റ്റ് ചെയ്തത് അതോ ന്യായമായിട്ടാണോ, റീസണബിളാണോ? റീസണബിൾ ആണെങ്കിൽ ആ റെസ്ട്രിക്ഷനിൽ സ്റ്റാൻഡ്. ഇത് ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ആദ്യം കൂച്ചുലങ്ങിട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. അതിന് ഇരയായത് കമ്മ്യൂണിസ്റ്റുകാരും RSSകാരുമാണ്. ഒരുപക്ഷെ അന്നു മുതലായിരിക്കണം കമ്മ്യൂണിസ്റ്റും RSSും തമ്മിൽ ഒരു ചെറിയ സ്നേഹം തുടങ്ങിയത് എന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് അരുണ അസഫ് അലി,
അവർ ഡൽഹി മേയറാകുന്നു ജനസംഘവുമായിട്ട് ചേർന്നുകൊണ്ട്. അത് കഴിഞ്ഞ് 1967 CPI, CPM, BJP, സോഷ്യലിസ്റ്റ് പാർട്ടി, റാം മനോഹർ ലോഹ്യ ഇവരൊക്കെ ചേർന്നിട്ട് സംയുക്ത വിധായകദൾ മന്ത്രിസഭകൾ നിലവിൽ വരുന്നു. 89 VP സിംഗിനെ CPM-ഉം BJP-യും പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു. ഓരോ ആഴ്ചയിലും കോർഡിനേഷൻ മീറ്റിംഗ് നടത്തുന്നു. ഹർകൃഷ്ൺ സിംഗ് സുർജിത്ത്, LK അദ്വാനി, നടുക്ക് VP സിംഗ്. ചായയും ബോണ്ടയും സൂഖിയനൊക്കെ തിന്നുന്നു എല്ലാ വ്യാഴാഴ്ചയും കോർഡിനേറ്റ്. സോ സെവറൽ ടൈംസ് CPM BJP-യും കൂടിയിട്ടുണ്ട്. ഏറ്റവും കുറവ് കൂടിയിട്ടുള്ളത് കോൺഗ്രസ് ആണെന്നേ ഉള്ളൂ. അല്ല, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ രാഷ്ട്രശില്പി എന്നാണല്ലോ നെഹ്റുവിനെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഇറ്റ് ഈസ് ഓൾ യു ക്യാൻ കോൾ എനിബഡി രാഷ്ട്രശില്പി. November 14 നെഹ്റുവിൻ്റെ ജന്മദിനമല്ലേ, ശിശുദിനം. നെഹ്റുവിന് എന്താ ശിശുക്കളോട് എന്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്തെന്നാണ്? എവരിബഡി ലൈക്സ് ചിൽഡ്രൻ ഇല്ലേ? എനിക്കും സുനിൽ നാട്ടിലെ എല്ലാവർക്കും കൊച്ചുകുട്ടികളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വല്ല പരമദുഷ്ടനോ ദുഷ്ടനോ ഉണ്ടാവും. നെഹ്റു എന്ത് ചെയ്തു എന്നാണ്? അങ്ങേരുടെ ജന്മദിനം ശിശുദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴും ആ ഭോഷ്ക് തുടരുന്നു. He has not done anything special to his children. പുതിയ തലമുറയിലേക്കും നെഹ്റു എന്നുള്ള പേര് കുത്തിച്ചെലുത്താൻ പറ്റും. ഈ കോൺഗ്രസ് ബയാസ് പിള്ളേരുടെ തലയിൽ വെക്കാനായിട്ട് ചെറുപ്പം മുതൽ ഇപ്പോഴും കണ്ടിട്ടില്ലേ? ലെഫ്റ്റ് ദംസെൽസ് ആളുകൾ പോയിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യും. BJP അല്ലെങ്കിൽ കോൺഗ്രസ്, CPM അല്ലെങ്കിൽ കോൺഗ്രസ്, ജനതാദൾ അല്ലെങ്കിൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ്. ഈ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള സാധനം നിലനിർത്താൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ AICC പ്രസിഡൻറ്റിൻ്റെ പേര് തലയേക്കയറ്റാനാണ് ഈ ശിശുദിനം. ഇത് മോദി അടുത്ത ഘട്ടത്തിലെങ്കിലും എടുത്തു കളയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശിശുക്കളും നെഹ്റുവും തമ്മിൽ യാതൊരു സ്പെഷ്യൽ റിലേഷനും ഇല്ല. അങ്ങേരെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ലാളിക്കുന്ന പോലെ 2 പിള്ളേരെ അങ്ങേരും ലാളിച്ച് കാണും, അത്രയേ ഉള്ളൂ. മാത്രമല്ല മറ്റുള്ളവരുടെ പിള്ളേരെ ഒന്നും കയ്യിലെടുക്കുന്ന ടൈപ്പായിരുന്നില്ല നെഹ്റു. നെഹ്റു യൂസ് ടു ചേഞ്ച് ഹിസ് ഡ്രസ് 3 times a day. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 സമയം ഫുൾ ഡ്രസ്സ് മാറി പുതിയത് അലക്കി തെച്ചിടും. ദാറ്റ് വാസ് നെഹ്റു. അത്രയധികം ഈ ശുദ്ധിയിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. മൂക്കത്ത് മുൻശുണ്ടിയായിരുന്നു. ഇപ്പോൾ AICC സമ്മേളനത്തിൽ തലയണെടുത്ത് എറിയുന്ന ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. ഇതിൽ ഗൂഗിളിൽ നോക്കിയാൽ കാണാം. ഞാൻ വളരെ പണ്ട് അന്ന് തലയണ എറിഞ്ഞ കാലത്തോ മറ്റോ പത്രത്തിൽ വന്ന പത്രം ഞാൻ കണ്ടതാണ്. നെഹ്റു മരിക്കുന്ന 1964 ബൈ ദ ടൈം ഞാൻ ഏകദേശം തിരിച്ചറിവുള്ള പ്രായമായി എനിക്ക്. ഐ റിമെമ്പർ ഹിസ് ഡെത്ത്. ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസ് ചെയ്തത്. അല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെഹ്റുവിനെ വല്ലാതെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. സമ്മൺ ഷുഡ് ടെൽ ദ ട്രൂത്ത്. നെഹ്റുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ട് വാസ് നെഹ്റു, ദാറ്റ് വാസ് നെഹ്റു. അതിനപ്പുറത്തേക്ക് വെറുതെ അടിച്ചു പൊളിച്ച് വലിയ ഫിഗറാക്കുന്ന എന്തിനാണ്? 450 സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഈ നെഹ്റുവിൻ്റെയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പേരിലുണ്ട്. 450 സ്ഥാപനങ്ങൾ. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ സഞ്ജയ് ഗാന്ധിയുടെയും കുറച്ചെന്തോ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ എത്ര എണ്ണം ബാക്കി കിടക്കുന്നു ഇനിയിപ്പോൾ? അല്ല, നെഹ്റു ഉണ്ടാക്കിയതല്ലാതെ ഒന്നും ഇന്ത്യയിലില്ല, മോദി അതൊക്കെ പിന്തുടർന്നതേ ഉള്ളൂ എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ എന്തെല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാം. എല്ലാ സാധനവും നിങ്ങൾക്ക് ഒരു അങ്ങേരെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ? അങ്ങേര് തറക്കല്ലിട്ടു. ബാക്കിയുള്ള ആളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാനുണ്ടാക്കിയതാണെന്ന് പറയാം. എനിക്ക് എന്ത് വേണമെങ്കിലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കെട്ടിയിട്ട് അത് നെഹ്റു ഉണ്ടാക്കിയാണെന്നൊക്കെ പറയും. അതല്ലാതെ അതിക്കവിഞ്ഞൊരു സംഗതിയൊന്നുമില്ല. വാസ്തവത്തിൽ അങ്ങേർക്ക് കിട്ടിയ ടേമിൽ അങ്ങേർക്ക് ചെയ്യാവുന്ന നല്ലതിനേക്കാൾ എത്രയോ ദ്രോഹമാണ് നെഹ്റു ഭാരതത്തോട് ചെയ്തത്. അപ്പോൾ ആഘോഷിക്കപ്പെടുന്ന ഒരു നെഹ്റു അല്ല യഥാർത്ഥ നെഹ്റു. അല്ല. അതുകൊണ്ടാണ് നെഹ്റു ആഘോഷിക്കപ്പെടാത്തത്. ആരാഘോഷിക്കുന്നതാണ് നെഹ്റുവിനെ? നോട്ട് ഈവൻ കോൺഗ്രസ്. ഇന്നിപ്പോൾ ചരമദിനമല്ലേ നെഹ്റുവിൻ്റെ? ഇവരെന്താ രാവിലെ മുതൽ നമ്മുടെ എല്ലാ ചാനലുകളിലും നെഹ്റുവിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നുണ്ട്. വാഴ്ത്തുന്ന അതിപ്പോൾ മോദി വന്നതിന് ശേഷം വളച്ചൊടിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞിട്ടാണ്. 10 വർഷം മുമ്പ് നെഹ്റുവിനെ ഇത്ര ആരാധിച്ചിരുന്നു ഈ ചാനലുകൾ? ഇല്ല. 10 വർഷത്തിന് മുമ്പ് മോദി അധികാരത്തിൽ വന്നു. അപ്പോൾ മോദിയെ ചലഞ്ച് ചെയ്യാൻ ഒരു ആയുധം കയ്യിലില്ല. അപ്പോഴാണ് പഴയ കാർന്നവരെ എടുത്ത് തടുക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ ഉള്ള ആളിനെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പുള്ള ആളിനെ വെച്ചിട്ട് പറ്റുന്നില്ല, അതിനു മുമ്പുള്ള ആളിനെ വെച്ചിട്ട് പറ്റുന്നില്ല. എന്നാൽ പിന്നെ ആകെ കയ്യിലുള്ളത് ഇനി ജവഹർലാൽ നെഹ്റുവാണ്. ആ ജവഹർലാൽ നെഹ്റു പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ മോട്ടിലാൽ നെഹ്റുവിനെ എടുക്കും.
ഇപ്പം അവർക്ക് അറിഞ്ഞുകൂടാ. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോട്ടിലാൽ നെഹ്റു ആണ്. അതുപോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ജവഹർലാൽ നെഹ്റുവിനെ പല്ല് തേയ്ക്കാനായിട്ട്, മുടി ചെയ്യാനായിട്ട്, പരിചയമായിട്ട്, തടയായിട്ട്, ഇഷ്ടികയായിട്ട്, അട വയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും. ദേ ഓൺലി ഹാവ് വൺ നെഹ്റു, വാട്ട് ടു ഡു. അപ്പോൾ നെഹ്റുവിനെ നമ്മൾ അറിഞ്ഞതല്ല യഥാർത്ഥ നെഹ്റു. അല്ല, പക്ഷേ ഇതറിയാൻ ഒരുപാട് പുസ്തകങ്ങൾ, മാർഗങ്ങളൊക്കെ ഉണ്ട്. ഈവൻ എമോ മത്തായിയുടെ റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ്, അത് ഇപ്പോൾ PDF ഗൂഗിളിലുണ്ട്. യു ക്യാൻ റീഡ് ദാറ്റ്. പിന്നെ അതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ച് അതിശയോക്തിയൊക്കെ വന്ന് കാണും. ബട്ട് എമോ മത്തായി പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് ആരും നിഷേധിക്കുന്നില്ല. ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്ക് മുതലാളിയോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ എത്ര ദേഷ്യം വരും. ആ ദേഷ്യം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് എടുത്ത് വായിച്ചു നോക്കുക. യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹു വാസ് നെഹ്റു ആൻഡ് ഹു വാസ് ഇന്ദിരാഗാന്ധി. ഏതായാലും നെഹ്റുവിനെ കുറിച്ച് അദ്ദേഹത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പ്രധാനമന്ത്രി ഞാൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നില്ല. നെഹ്റു ഓർക്കാപ്പുറത്ത് ഒരുപാട് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓർക്കാപ്പുറത്ത് കുറേയധികം നല്ലതുകൾ ചെയ്തിട്ടുണ്ട്. നെഹ്റു ബേസിക്കലി ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഹി വാസ് നോട്ട് എ കോൺഗ്രസ് മാൻ. അത് 1928 ഗാന്ധിക്ക് എഴുതിയ കത്തിൽ നെഹ്റു തുറന്നെഴുതി, നിങ്ങൾ പറയുന്ന ഈ ഗ്രാമസ്വരാജിൽ എനിക്ക് വിശ്വാസമില്ല. ഇന്ത്യൻ ഗ്രാമങ്ങൾ മുഴുവൻ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ചെളിക്കുണ്ടുകളാണ്, സെസ് പൂൾസ്. ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ബിൽഡ് എ ന്യൂ ഇന്ത്യ ത്രൂ വില്ലേജസ്. അതേസമയം ഗാന്ധി പറയുന്നത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന്. നെഹ്റു പറയുന്നത് അന്ധവിശ്വാസത്തിൻ്റെ കൂടാരമാണ് ഗ്രാമങ്ങൾ. 1928 നെഹ്റു ക്ലീനായിട്ട് എഴുതി, ഐ ഡോണ്ട് എഗ്രി വിത്ത് യുവർ ഐഡിയ. ബട്ട് സ്റ്റിൽ ഗാന്ധി ഇയാളെ കൊണ്ടു നടന്നിരുന്നു. നെഹ്റു യുവാക്കളെയൊക്കെ ആകർഷിക്കുന്ന ഒരു സാമർഥ്യം നെഹ്റുവിനുണ്ടായിരുന്നു. നോട്ട് ബിക്കോസ് അങ്ങനെ ഈ വാസ് സയൻസ് ഓഫ് മെറിറ്റ്, വെറും കള്ളക്കളികൾ വഴി അങ്ങനെ നിന്നും പറയാൻ പാടില്ല. ഒരുപാട് കഴിവുകളും നെഹ്റുവിനുണ്ടായിരുന്നു. ബട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പലതും ഈ പറഞ്ഞ പോലെ ഗോസ്റ്റ് റൈറ്റേഴ്സ് എഴുതിയതാണ്. അതിൽ ഞാൻ തെറ്റൊന്നും പറയില്ല. എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതണം, ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതണം കേട്ടോ. അത് ശരി. ഇയാൾ ഒരു 6 മാസം കൊണ്ടൊരു പുസ്തകം റെഡിയാക്കും. നെഹ്റു അത് മരിച്ചു, അത് നെഹ്റുവിൻ്റെ പുസ്തകമായി. തെറ്റൊന്നുമില്ല അതിൽ. ഇത് അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇറ്റ് വാസ് ഗോസ്റ്റ് റിട്ടൺ ബൈ സമൺ എൽസ്. ആർട്ടിക്കിൾസ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അവസാനമായി കഴിഞ്ഞപ്പോൾ EMS നമ്പൂതിരിപ്പാട് മെയിൻ പോയിൻറ്റ്സ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് ലേഖനമാക്കി കൊണ്ടുവരാൻ പറയും. ലേഖനമാക്കിക്കൊണ്ട് EMSൻ്റെ ശൈലി അറിയാവുന്ന ആളുകൾ CPMലുണ്ട്. അവരതേ ശൈലി EMSൻ്റെ തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കും. വായിച്ച് നോക്കിയിട്ട് ഈ വാക്ക് വേണ്ട കേട്ടോ, ഇത് മാറ്റിക്കോ, എന്നിട്ട് ഞാൻ എഴുതിയ വാക്ക് തന്നെ മതി, റൈറ്റ്, കഴിഞ്ഞു. EMSൻ്റെ ലേഖനമായിട്ട് ദേശാഭിമാനിയിൽ വരും. ഇതെല്ലാവർക്കും അറിയാം. ബട്ട് നെഹ്റു ഇതെന്തോ പുള്ളിയുടെ കണ്ടുപിടുത്തം പോലെ ഭാവിക്കുന്നത് അത് ശരിയല്ല. ഏതായാലും നമുക്ക് കാലങ്ങളായി നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് മാത്രമല്ല നെഹ്റു. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കാൻ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹായമായിട്ടുണ്ടാവും. അല്ല, നരേന്ദ്രമോദി ഇത് ചെയ്തത് ഈ വല്ലാതെ നെഹ്റുവിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് നെഹ്റുവിനെ വെച്ച് പുള്ളിയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ മാതിരി ഒന്നും അല്ല ഈ ആശ. സാധാരണ നമ്മൾ വിടും, പോട്ടെ 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 എന്ന്. പിന്നെ വീണ്ടും വീണ്ടും നെഹ്റു നെഹ്റു എന്ന് പറഞ്ഞാൽ ആരാണ് ഈ നെഹ്റു, നീ കുറേ നേരമായി, ഇങ്ങനൊരു ഫീലിംഗ് ഉണ്ട്. അതാണ് മോദി. അല്ലാതെ മോദിക്ക് നെഹ്റുവിനോട് എന്ത് കാര്യം? ലോങ് ബാക്ക് 1964 മരിച്ചുപോയ ഒരു മനുഷ്യനെ തോണ്ടിയെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മോദിക്ക് എന്ത് കിട്ടാൻ? പക്ഷേ നെഹ്റു ഇങ്ങനെയായിരുന്നു, നെഹ്റു അങ്ങനെയായിരുന്നു, നെഹ്റു അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് നോക്കാം, അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഏതായാലും അത് പുതിയ തലമുറയ്ക്ക് ഒരു ബിംബത്തെ അറിയാനുള്ള അവസരം കൂടിയായി മാറിയിട്ടുണ്ട്. ഈ ബിംബങ്ങളെയൊക്കെ മാറ്റുക അതൊരു മോശം ഏർപ്പാടാണ്. സത്യസന്ധമായിട്ട് ചരിത്രത്തിലെ ആൾക്കാരെ വിലയിരുത്തുക. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരുടെ അന്നത്തെ സാഹചര്യം മനസ്സിലുണ്ടാവണം. നെഹ്റുവിനെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ് ഇന്ന്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. വാട്ട് വാസ് ദി സിറ്റുവേഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്? അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നെഹ്റു സോവിയറ്റ് യൂണിയൻ്റെ മാതൃക കടമെടുത്തു എന്ന് ഞാൻ പറയുന്നു. ഞാൻ അത് പറയുമ്പോൾ ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ദ സ്റ്റാറ്റസ് ഓഫ് സോവിയറ്റ് യൂണിയൻ അറ്റ് ദാറ്റ് ടൈം. ഇന്നത്തെ റഷ്യ അല്ല അന്നത്തെ സോവിയറ്റ് യൂണിയൻ. ഇന്നത്തെ അന്തരീക്ഷമല്ല അന്ന് ഭാരതത്തിലുള്ളത്. അന്ന് ഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ സോഷ്യലിസം നല്ലതാണെന്ന് പറഞ്ഞാലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തലപൊക്കാൻ സമ്മതിക്കില്ല.
അങ്ങനെയാണ് ഈ അയിങ്കണ്ട സോഷ്യലിസ്റ്റ് പാർട്ടികൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല അന്ന് ഈ പഞ്ചവത്സര പദ്ധതി സോവിയറ്റ് യൂണിയനിൽ വിജയിച്ചതുമാണ്. 1998 വിജയിച്ചതൊന്നുമല്ല, ബിക്കോസ് ദേ വെർ ബുൾഡോസിങ്. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടത്. അവർ ഒരുപാട് ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്ത് ആൾക്കാരെ കൊന്നും പിടിച്ചുമൊക്കെ ഞങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നത് എന്ത് തേങ്ങയാണ്. ഈ ഞാൻ എൻ്റെ ഒറിജിനൽ പോയിൻ്റ് പറയട്ടെ, 1980 BJP ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രത്യയശാസ്ത്രം, അതാണ് ആ വാക്കിനോട് എനിക്ക് യോജിപ്പില്ല എന്നാലും പറയുന്നു. പ്രത്യയശാസ്ത്രമായിട്ട് BJP വെച്ചത് ഗാന്ധിയൻ സോഷ്യലിസമാണ്. പിന്നീടത് മാറ്റി. ആ സംഭവം പൊളിഞ്ഞ് ആകെ 2 സീറ്റുമായി കഴിഞ്ഞപ്പോൾ ഏകാത്മമാനവ ദർശനം. ഇന്ന് BJPയുടെ വെബ്സൈറ്റിൽ ആ പോർഷൻ ഇല്ല. ദേ റിമൂവ് ദാറ്റ്. ഒരു വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു, അവർ ശ്രദ്ധിച്ചില്ലായിരുന്നു, പിന്നെ അതെടുത്ത് കളഞ്ഞു. അത് അങ്ങനെ ചരിത്രം വായിക്കുന്നത് ശരിയല്ല. ഗാന്ധിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് ആർക്കും മനസ്സിലാവാത്തൊരു സാധനം കുറച്ചു കാലമെങ്കിലും BJP കൊണ്ടു നടന്നിരുന്നു. കാരണം ഈ സോഷ്യലിസം എന്ന് 80s സോഷ്യലിസത്തിൻ്റെ ഗമ എന്താ സുനിലെ? അതെ, ഒരാൾക്കും സോഷ്യലിസ്റ്റ് ആവാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ BJP ഗാന്ധിയൻ സോഷ്യലിസം, വാട്ട് എവർ ദാറ്റ് മേ മീൻ, ഗാന്ധി സോഷ്യലിസ്റ്റ് ഒന്നും ആയിരുന്നില്ല. ഗാന്ധിയെ ഇങ്ങനെ ഇൻ്റലക്ച്വലി ടെററൈസ് ചെയ്യാനും സാധ്യമല്ല. ഒരു വാക്കൊക്കെ കാണിച്ച് പേടിപ്പിക്കാനൊന്നും പുള്ളി സമ്മതിക്കില്ല. ബട്ട് BJP അത് ചെയ്തിരുന്നു. മേ ബി ആസ് എ സ്ട്രാറ്റജി. ഐ നോട്ട് ബ്ലെയിം ദം. ബട്ട് അത് വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് കളയാന്നൊക്കെ പറയുന്നത് ഒരു വില കുറഞ്ഞ ഏതായാലും നെഹ്റുവിൻ്റെ 60ാം ചരമവാർഷികമാണ്. അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കുമ്പോൾ അപ്രിയമായ ചില കാര്യങ്ങൾ സത്യങ്ങളായതുകൊണ്ട് പറയാതെ തരമില്ല. അത് അപ്രിയമായ കാര്യങ്ങളും പറയണം. അതേസമയം ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിലും ചെയ്യുമായിരുന്നു. ബട്ട് സ്റ്റിൽ ചെയ്തത് നമുക്ക് നിഷേധിച്ചുകൂടാ. ഒരാൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം മുഴുവൻ നമ്മൾ റദ്ദാക്കുന്നത് ശരിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.